പുനാക്ക സോങ് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഭൂട്ടാനീസ് ജനത അവരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് അവരെ എപ്പോഴും പാരമ്പര്യ വസ്ത്രത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളത്. വളരെ വിരളമായേ മോഡേൺ ഡ്രസ് ധരിച്ചവരെ നമുക്ക് ഭൂട്ടാനിൽ കാണാൻ സാധിക്കൂ. ഈ കാണുന്നതാണ് പുനാക്ക സോങ് എന്നറിയപ്പെടുന്ന പുനാക്ക കോട്ട. 1955 ഭൂട്ടാൻ്റെ തലസ്ഥാനം തിമ്പുവിലേക്ക് മാറ്റുന്നതുവരെ ഭൂട്ടാൻ്റെ തലസ്ഥാനമായിരുന്നു പുനാക്ക. ആ കാലത്ത് രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ കാണുന്ന പുനാക്ക സോങ്. സോങ് എന്ന വാക്കിന് അർത്ഥം കോട്ട എന്നാണ്. നേരെ കുത്തനെയുള്ള പടികൾ കയറി വേണം സോങ്ങിന് ഉള്ളിൽ പ്രവേശിക്കാൻ. ഭൂട്ടാനിലെ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങുകൾ എല്ലാം നടക്കുന്നത് ഈ കോട്ടയിലാണ്. ഇന്നും ഭൂട്ടാനിലെ ബുദ്ധമത സന്യാസിമാരുടെ തണുപ്പുകാല വസതിയാണ് ഈ കോട്ട. വാസ്തുവിദ്യകളുടെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ് പുനാക്ക സോങ്. ഇതിൻ്റെ നിർമ്മാണത്തിൽ മരത്തടിയും കല്ലും അല്ലാതെ ഒരു ആണി പോലും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഈ കോട്ടയുടെ പ്രത്യേകത. കോട്ടയിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഈ കോട്ടയുടെ മറ്റൊരു പ്രത്യേകതയാണ് കോട്ടയിലേക്ക് പ്രവേശിക്കാൻ ഫോച്ചു നദിക്ക് കുറുകെയുള്ള ഈ മനോഹരമായ തടിപ്പാലം. കോട്ട പോലെ തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിലും ഒരു ആണി പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് ഈ കോട്ടയെ സംരക്ഷിക്കാൻ പണ്ടുകാലത്ത് പാലം രാത്രികാലങ്ങളിൽ മാറ്റിവെക്കുന്ന പതിവുണ്ടായിരുന്നു. പുനാക്ക സോങ്ങിൻ്റെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ ഈ പാലത്തിൽ നിന്ന് തന്നെ നോക്കണം. ഇന്നത്തെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റാണ് പുനാക്ക സസ്പെൻഷൻ ബ്രിഡ്ജ്. ഫോക്ചു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ തൂക്കുപാലം ഭൂട്ടാനിലെ തന്നെ ഏറ്റവും നീളമേറിയ പാലങ്ങളിൽ ഒന്നാണ്. 525 അടിയാണ് ഈ പാലത്തിൻ്റെ നീളം. ഒരൽപ്പം സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ പ്രധാന ഡെസ്റ്റിനേഷനാണ് പുനാക്കയിലെ ഈ സസ്പെൻഷൻ ബ്രിഡ്ജ്. സന്തോഷ് സാർ തൻ്റെ സഞ്ചാരം ടെലിവിഷൻ പ്രോഗ്രാം ചിത്രീകരിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള കുഞ്ഞൻ ഐഫോണിലാണ് ഈ സഞ്ചാരം ടെലിവിഷൻ പ്രോഗ്രാം ചിത്രീകരിക്കുന്നത് എന്നത് ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കാറ്റിൽ ആടി ഉലയുന്ന ഈ തൂക്കുപാലത്തിൽ കൂടിയുള്ള നടത്തം ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഈ എതിർദിശയിൽ കാണുന്ന ഭൂട്ടാനീസ് ഗ്രാമങ്ങളെ പുനാക്ക സോങ്ങുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന യാത്രാമാർഗമാണ് ഈ തൂക്കുപാലം.